അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഖുർആനിൻ്റെ അകമ്പൊരുളിൻ്റെ പൊരുൾ തേടിയുള്ള യാത്രയാണ് ഇനി. അകമ്പൊരുളുകാരൻ തൻ്റെ വായനയ്ക്കു മുമ്പ് എന്ന കുറിപ്പിൽ പറയുന്നൊരു കാര്യം, പ്രവാചക വചനങ്ങൾ ഉദ്ധരിച്ച സ്ഥലങ്ങളിൽ റഫറൻസ് സ്വഭാവത്തിൽ അത് ക്രോഡീകരിച്ചു വച്ച പുസ്തകങ്ങളുടെ പേരെഴുതുന്ന പതിവ് രീതി ഇതിൽ സ്വീകരിച്ചിട്ടില്ല. വിശുദ്ധ വേദദർശനങ്ങളോട് ചേർന്നു വരുന്ന പ്രവാചക മൊഴികൾക്ക് ഒരു ഗ്രന്ഥത്തിൻ്റെയും പിൻബലമില്ലാതെ തന്നെ നിലനിൽക്കാൻ കഴിയും എന്ന കാരണത്താലാണത്. വേദസന്ദേശങ്ങൾക്ക് വിരുദ്ധമായി വരുന്ന വാക്കുകൾക്ക് ഏത് ഗ്രന്ഥത്തിൻ്റെ പിൻബലമുണ്ടായാലും അത് പ്രവാചക വചനമാവാൻ ഇടയില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാണ്. ഇവിടെ അകമ്പൊരുളുകാരൻ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. എന്താന്ന് പറഞ്ഞാൽ, അദ്ദേഹം ചിലയിടത്തൊക്കെ തൻ്റെ അകമ്പൊരുളിൽ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ ആ ഹദീസ് എവിടെ നിന്ന് കിട്ടി, ആര് ഉദ്ധരിച്ചു എന്ന് പറയാൻ അയാൾ കൂട്ടാക്കുന്നില്ല. കൂട്ടാക്കാതിരിക്കാൻ അദ്ദേഹം പറയുന്ന ന്യായം വളരെ ശ്രദ്ധേയമാണ്, എന്നാൽ അത് ആശ്ചര്യജനകവുമാണ്. എന്താണ്? വിശുദ്ധ വേദദർശനങ്ങളോട് ചേർന്ന് വരുന്ന പ്രവാചക മൊഴികൾക്ക്, അതായത് ഖുർആനോട് ചേർന്ന് വരുന്ന പ്രവാചക മൊഴികൾക്ക് ഒരു ഗ്രന്ഥത്തിൻ്റെയും പിൻബലമില്ലാതെ തന്നെ നിലനിൽക്കാൻ കഴിയും എന്ന കാരണത്താലാണ് ചേർക്കാതെ പോയത്. അപ്പോൾ ഈ വചനങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തി വച്ചിട്ടില്ല എന്ന് വെക്കുക, എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവായിൽ നിന്ന് കേട്ട സഹാബിമാർ നബിയുടെ തന്നെ നിർദ്ദേശമനുസരിച്ച് എഴുതി വച്ചു. അവർ അത് മനഃപ്പാഠമാക്കി നമസ്കാരത്തിലും അല്ലാതെയും അവരത് പാരായണം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഖുർആൻ നഷ്ടപ്പെടാതെ അത് സമ്പൂർണ്ണമായി തന്നെ നിലനിർത്തി കൊണ്ടുവരാൻ സമൂഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന് ഒരു ഗ്രന്ഥത്തെയാണ് ആശ്രയിക്കുന്നത്. അതിന് സാധാരണ നമ്മൾ മുസ്ഹഫ് എന്ന് പറയുന്നു. ഈ മുസഹഫ് ആശ്രയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കിതാബ് എന്ന പേരിൽ സമൂഹം പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മളത് ഉദ്ധരിക്കുന്നത്. നേരെ മറിച്ച് അത് രേഖപ്പെടുത്തി വച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ സംഭവിക്കുക എന്താ? പലരും പല രീതിയിൽ പാരായണം ചെയ്യും. എല്ലാവർക്കും ആശ്രയിക്കാവുന്ന, അവലംബിക്കാവുന്ന ഒരു രേഖ ഇല്ലാതെ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അഭിപ്രായ ഭിന്നതകൾ വരും. സമൂഹം അതിൻ്റെ പേരിൽ കലഹിക്കും. ഇനി ഹദീസിൻ്റെ കാര്യം, ഹദീസ് അകമ്പൊരുളുകാരൻ ഹദീസ് തള്ളണില്ല എന്നൊരു ഭാഗത്ത് പറയും. എന്നാൽ ഹദീസിൻ്റെ ചരിത്രത്തിൻ്റെ പ്രാധാന്യമാണുള്ളത്, അത് പ്രമാണമല്ല എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഹദീസ് തള്ളുക എന്നതുകൊണ്ട് മുസ്ലിം സമൂഹം ഉദ്ദേശിച്ചിട്ടുള്ളതും അത് പ്രമാണമായിട്ട് അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ലോകത്ത് ഹദീസ് ഗ്രന്ഥങ്ങൾ, ആ ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള ഹദീസുകളെയല്ല ഇവിടെ ആളുകൾ നിഷേധിക്കുന്നത്. അങ്ങനെ ഹദീസ് ഗ്രന്ഥങ്ങളില്ലാന്നോ ആ ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതൊന്നും ഹദീസല്ല എന്നോ അല്ല ഹദീസ് നിഷേധികളും പറയുന്നത്. അവരുടെയും വാദത്തിലേ ഉള്ളൂ ഖുർആൻ മതി, വേറെ പ്രമാണമൊന്നും ആവശ്യമില്ല.
ഇവിടെ അകമ്പൊരുളുകാരൻ നിലവിലുള്ള മുസ്ലിം സമൂഹം അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ ഹദീസുകൾ ഉദ്ധരിക്കുന്നത്. അത് ഖുർആനിന് അനുയോജ്യമായത് ഉദ്ധരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് ഈ ഹദീസ് എവിടെ നിന്ന് കിട്ടി അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണല്ലോ. അദ്ദേഹത്തിന് ഏതായിരുന്നാലും വഹി ഉണ്ടാവില്ല. അദ്ദേഹത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് എത്തിപ്പെടുന്ന നിവേദക പരമ്പര ഇന്നില്ല. അത് അറ്റുപോയാണ്. മുഹദ്ദിസുകളുടെ കാലഘട്ടത്തോടു കൂടി ഇനി ആ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അത് ആര് തങ്ങളെ പഠിപ്പിച്ചു എന്നതിൻ്റെ ശൃംഖല മാത്രമാണ് ഇനി ലഭ്യമാകും. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ഏത് പണ്ഡിതനും അയാൾ ഖുർആനിന് അനുകൂലമായി തന്നെയാണ് ഹദീസ് ഉദ്ധരിക്കാറുള്ളത്. ആ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ വൈജ്ഞാനികമായിട്ടുള്ള ഒരു സത്യസന്ധത പുലർത്തുക എന്നുള്ളത് ലോകത്ത് പണ്ഡിതന്മാരൊക്കെ ചെയ്യുന്നതാണ്. അത് ഇന്ന കിതാബിൽ നിന്ന് ഇന്ന ഗ്രന്ഥത്തിൽ നിന്ന്, ഉദാഹരണത്തിന് ഇമാം ബുഖാരിയുടെ സഹീഹിൽ നിന്ന്, അല്ലെങ്കിൽ ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ നിന്ന്, അല്ലെങ്കിൽ തിർമിദിയുടെ ജാമിയിൽ നിന്ന്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പല ഗ്രന്ഥങ്ങളുണ്ട്. അവയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ആളുകളെ ഉദ്ധരിക്കാറുള്ളത്. അങ്ങനെ ഉദ്ധരിക്കുമ്പോൾ അതിനുള്ള ഗുണമെന്താ? അതിന്ന ഗ്രന്ഥത്തിലുണ്ട് എന്ന് വായനക്കാരന്, ശ്രോതാവിന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അയാൾക്കത് പരതാം. തത്തുല്യമായ, സമാനമായ, അല്ലെങ്കിൽ അതിൻ്റെ പൂരകങ്ങളായിട്ടുള്ള മറ്റ് ഹദീസുകൾ കണ്ടെത്താനും അത് സഹായകമാണ്. എന്ന് മാത്രമല്ല, താൻ ഏതൊരു ഗ്രന്ഥത്തിൽ നിന്നാണ് ഒരു ഉദ്ധരണി ഉദ്ധരിക്കുന്നത് എന്ന് പറയുക എന്നുള്ളത് ഗ്രന്ഥകാരൻ്റെയും അതുപോലെ തന്നെ പ്രസംഗകൻ്റെയും ഒക്കെ ബാധ്യതയാണ്. അല്ലാതെ തനിക്ക് ഇതെവിടുന്നോ കിട്ടി എന്നല്ലല്ലോ അയാൾ പറയേണ്ടത്. ഖുർആനിന് അനുഗുണമായിട്ടുള്ള പ്രവാചക വചനങ്ങൾക്ക് ഗ്രന്ഥത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് പോലും അബദ്ധമാണ്. ഈ ഹദീസുകൾ ലഭിക്കുന്നത് ഒരു ഭാഗത്ത് ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ശേഖരിച്ചിട്ടുള്ള മുഹദ്ദിസുകളെ തെറി പറയുകയും അവർ ഗൂഢാലോചനക്കാരാണ് എന്ന് അധിക്ഷേപിക്കുകയും ചെയ്യുന്ന അതേ മനുഷ്യൻ അവരിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ആ ഹദീസ് ഇന്ന ഗ്രന്ഥത്തിലാണുള്ളത്, ഉദാഹരണത്തിന് ഇമാം ബുഖാരിയുടെ സഹീഹിലാണുള്ളത്, അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ സഹീഹിലാണുള്ളതെന്ന് പറയാൻ ഇയാൾ മടിക്കുന്നു. അതെന്തുകൊണ്ടാണ്? സ്വാഭാവികമായും ഇയാൾ ആ ഗ്രന്ഥത്തിൻ്റെ പേര് പറയുമ്പോൾ ശ്രോതാക്കളിൽ അല്ലെങ്കിൽ വായനക്കാരിൽ ചിലർക്കെങ്കിലും ചോദിക്കാം, അല്ല സാഹിബേ, താങ്കൾ ഈ ഗ്രന്ഥകർത്താക്കളെയൊക്കെ ഇന്നലക്ക് അടച്ച് ആക്ഷേപിച്ചിട്ട് താങ്കൾക്ക് ആവശ്യമായി വന്നപ്പോൾ അതേ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ താങ്കൾ ഉദ്ധരിക്കുന്നുവല്ലോ, ഇതെന്ത് ഇരട്ടത്താപ്പാണെന്ന് വായനക്കാരൻ ചോദിക്കും. ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു തന്ത്രം എന്ന നിലക്കാണ് അകമ്പൊരുളുകാരൻ ഹദീസ് ഉദ്ധരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ പേര് പറയാത്തത്. അതല്ലാതെ അയാൾ ഈ പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഇയാൾക്ക് ഈ ഹദീസ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അപ്പോൾ ആ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാനുള്ളത് ഒരു സാമാന്യ മര്യാദയായിരുന്നു. ആ മര്യാദ ഇതിൽ അദ്ദേഹം പാലിച്ചില്ല. അത് ഞാൻ പാലിക്കില്ല എന്നാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. വായനക്ക് മുമ്പ് എന്ന് പറയുന്ന തൻ്റെ കുറിപ്പിലാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. ഇനി ഫാത്തിഹയിലേക്ക് കടക്കുമ്പോൾ മാലിക് യൗമിദ്ദീൻ ഇദ്ദേഹത്തിൻ്റെ ഖുർആൻ അകമ്പൊരുളിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കണ്ടെത്താവുന്ന സ്ഖലിതങ്ങൾ മാത്രമല്ല, അദ്ദേഹം വരുത്തി വച്ച അബദ്ധങ്ങളും തെറ്റായിട്ടുള്ള അർത്ഥകൽപ്പനകളും അതുപോലെ തന്നെ ഖുർആനിൻ്റെ ആശയത്തിന് വിരുദ്ധമായിട്ടുള്ള ആശയ സമീകരണവും ഇത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ മാലിക് യൗമിദ്ദീൻ സൂറ ഫാത്തിഹയിലെ 4-ാമത്തെ സൂക്തമായിട്ടുള്ള മാലിക് യൗമിദ്ദീൻ എന്നതിന് അദ്ദേഹം അതിൻ്റെ വിവരണത്തിൽ പറയുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ലോകാവസാനത്തിന് ശേഷം മനുഷ്യരെ പുനർജനിപ്പിക്കുകയും വിചാരണക്കായി ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന നാളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മാലിക് യൗമിദ്ദീൻ എന്നതിലെ യൗമിദ്ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ മരണത്തിന് ശേഷം പുനരുജ്ജീവിപ്പിച്ച് അവനെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന ദിവസമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആത്യന്തികമായ നീതി എല്ലാവർക്കും ലഭ്യമാവുന്ന ദിനം. അപ്പോൾ അങ്ങനെ ഒരു ദിനം വേണ്ടതുണ്ട്. സജ്ജനങ്ങൾക്ക് പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും ദുർമാർഗികൾക്ക് ഭയത്തിൻ്റെയും വെപ്രാളത്തിൻ്റെയും ദിനമാണത്. അവിടെ ഒരു മനുഷ്യൻ്റെ നന്മയും നഷ്ടപ്പെടില്ല. നന്മയ്ക്ക് നന്മയല്ലാതെ ഫലമുണ്ടാകുമോ എന്ന് ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദിനത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരാൾ വിശ്വാസിയാവാൻ അനിവാര്യമാണ്. അപ്പോൾ ഈ വിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനത്തിലാവണം? അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ളൊരു ദിനത്തിൽ വിശ്വസിക്കാനുള്ളത് അനിവാര്യമാണ്. പക്ഷെ ഇവിടെ വരുന്ന ചോദ്യം ഈ വിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനത്തിലാവണം എന്നുള്ളതാണ്. അത് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ വേണമോ, അതോ ഇന്ത്യയിലെ 4 വേദങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ മതിയോ, അതോ ഇവിടുത്തെ ഐതിഹ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മതിയോ, അല്ലെങ്കിൽ വിശുദ്ധ വേദം എന്ന പേരിൽ അറിയപ്പെടുന്ന ബൈബിളിൻ്റെ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതിയോ, പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതിയോ, അതുമല്ല ഇത് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനത്തിലാണോ വേണ്ടത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ വിചാരണാ ദിവസത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുമായിട്ട് അതെങ്ങനെ അംഗീകരിക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അത് ശരിയായിട്ടുള്ള രീതിയിലല്ല ഒരാൾ മനസ്സിലാക്കണമെങ്കിൽ, തെറ്റായിട്ടുള്ള രീതിയിലാണ് മനസ്സിലാക്കണതെങ്കിൽ തീർച്ചയായും ആ മനസ്സിലാക്കിയതിനനുസരിച്ചായിരിക്കും അയാൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. സ്വാഭാവികമായിട്ടും അയാൾ തെറ്റായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ അയാൾ ജീവിതത്തിൽ പരാജയപ്പെടും. അതായത് അയാളുടെ പരലോകം പരാജയപ്പെടുന്നുള്ള ഉറപ്പാണ്. എന്നാൽ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയാലോ അതിനനുസരിച്ച് അയാൾ ജീവിക്കും. അപ്പോൾ അയാളുടെ ജീവിതം ധന്യമാവും, വിജയപ്രദമാവും. പക്ഷെ ശരിയായിട്ടുള്ള ഈ ദിവസത്തെ സംബന്ധിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാതെ ഇത് സാധ്യമല്ല. അത് ഖുർആനിൽ നിന്നാണോ കിട്ടുക, മറ്റു വേദങ്ങളിൽ നിന്നാണോ? ഖുർആൻ പറയുന്നത് ഖുർആനിൽ നിന്നേ കിട്ടുള്ളൂ എന്ന്. അത് ഈ അകമ്പൊരുളുകാരൻ അത് സമ്മതിച്ചു തരുമെന്ന് തോന്നുന്നില്ല. മുന്നോട്ടുള്ള പോക്കിൽ നമ്മൾക്ക് അത് ബോധ്യം വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങേണ്ട യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഖുർആൻ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുള്ള അള്ളാഹു, പരലോകം, പ്രവാചകത്വം തുടങ്ങിയുള്ള കാര്യങ്ങളിലുള്ള കാഴ്ചപ്പാടും വിശ്വാസവും തൻ്റെ വികലമായിട്ടുള്ള വിശ്വാസങ്ങൾ ഇനി അങ്ങോട്ട് പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ ഉടനീളം ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമ്മൾക്ക് തെളിവ് സഹിതം കണ്ടെത്താൻ കഴിയും ഇൻഷാ അല്ലാഹ്.